ഹായ് എവറി വൺ. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് കറൻറ്റ് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നൊരു കളക്റ്റീവ് റീഡിംഗ് ആണ് ചെയ്യണത്. അതുകൊണ്ട് തന്നെ റെസനേറ്റ് ആവുന്നവർ മാത്രം എടുത്തേക്കുക, അല്ലാത്തവരൊക്കെ വിട്ടുകളയുക. നമ്മൾ ചെയ്യുന്ന എല്ലാ വീഡിയോസും ടൈംലെസ് വീഡിയോസ് ആണ്, ടൈംലെസ് റീഡിങ്സ് ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ അതെപ്പോൾ കാണുന്നു ആ ഒരു സമയത്ത് റെസനേറ്റ് ആയിട്ട് എടുക്കുക കേട്ടോ. റെസനേറ്റ് ആവുന്നവർ മാത്രം അത് എടുക്കുക. ഓക്കെ. അതുപോലെ ഞാൻ എപ്പോഴും പറയാറുണ്ട്, നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സമയത്ത് ഈ ഒരു വീഡിയോ ഓപ്പൺ ചെയ്യാനും കേൾക്കാനും ഒക്കെ ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ ഒരു നിമിത്തമായിട്ട് കാണാം. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ കേൾക്കേണ്ടതായിട്ടുണ്ടായിരിക്കും. അതുകൊണ്ടായിരിക്കും നിങ്ങൾക്കത് ഓപ്പൺ ചെയ്യാനും കേൾക്കാനും ഒക്കെ തോന്നിയിട്ടുള്ളത് കേട്ടോ. റൈറ്റ്. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. നിങ്ങളുടെ പേഴ്സണെ, നിങ്ങളുടെ സിറ്റുവേഷൻ എല്ലാം ഒന്ന് ഇൻറ്റ്യൂട്ടീവായിട്ട് മനസ്സിൽ വിചാരിക്കുക. നിങ്ങളുടെ പേഴ്സൻ്റെ ഈ ഒരു സമയത്തെ കറൻറ്റ് ഫീലിങ്സ് എന്താണെന്നാണ് നമ്മൾ നോക്കുന്നത്. വാട്ട് ഈസ് ദ കറൻറ്റ് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ റൈറ്റ് നൗ? അവരെന്തെങ്കിലും ആക്ഷൻ എടുക്കാൻ നോക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അവരുടെ നെക്സ്റ്റ് മൂവ് എന്തായിരിക്കും, അവരെന്താണ് ഇപ്പോൾ ചിന്തിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. ഓക്കെ. നിങ്ങളുടെ പേഴ്സണെ ഞാൻ പറഞ്ഞ പോലെ പേഴ്സൻ്റെ പേരും അതുപോലെ അവരുടെ എനർജീസൊക്കെ കൊണ്ടുവരാൻ നോക്കണം കേട്ടോ. അവരുടെ കൂടെ സ്പെൻഡ് ചെയ്ത സമയങ്ങളൊക്കെ ആലോചിക്കുക. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ തന്നെ നിങ്ങളായിട്ട് റെസനേറ്റ് ആവത്തുള്ളൂ. Current feelings of your person. Are they thinking about you right now? Current feelings of your person. Okay. അപ്പോൾ അതൊക്കെയാണ് കാർഡ് സ്പ്രെഡ് ആൻഡ് ഡെക്ക്. ഓൾ റൈറ്റ്. നിങ്ങളുടെ പേഴ്സൻ്റെ ഒരു കറൻറ്റ് ഫീലിങ്സ് നോക്കുമ്പോൾ അവർക്ക് ഈ ഒരു സമയത്ത് ശരിക്കും പറഞ്ഞാൽ ഒരു സ്ട്രെങ്ത് വരുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണിക്കുന്നത് കേട്ടോ. ഇപ്പോൾ നിങ്ങൾ നോ കോണ്ടാക്ട് ഒരു ബ്രേക്കപ്പിലൊക്കെ നിൽക്കുന്ന ഒരവസ്ഥയാണ്, അതല്ലാന്നുണ്ടെങ്കിൽ അവർ ആക്ഷൻസ് ഒന്നും എടുക്കാതെ നിൽക്കുന്ന ഒരവസ്ഥയാണ് എന്നുണ്ടെങ്കിൽ അവർ വെരി സൂൺ ആക്ഷൻ എടുക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. വളരെ ഒരു സ്ട്രെങ്ത് എനർജി അല്ലെങ്കിൽ ഒരു സ്ട്രോങ് പേഴ്സണാലിറ്റി ആയിട്ട് മാറുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തൊക്കെയോ ഒരു ട്രാൻസ്ഫോർമേഷൻ നടക്കാനുള്ളൊരു സാധ്യത വളരെയധികം കൂടുതലാണ് കേട്ടോ. ഇതുവരെ അവർ ഒരു ആക്ഷൻ എടുക്കാതെ അല്ലെങ്കിൽ അവരൊരു ഹെൽപ്ലെസ് ആയിട്ടുള്ളൊരു സിറ്റുവേഷനിൽ നിൽക്കുന്ന ആൾക്കാരായിരുന്നു കാണണം. അവർക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്ത ഒരു സിറ്റുവേഷനിൽ അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾക്കും അതുപോലെ തന്നെ ആയിരിക്കാം. എന്ത് ചെയ്യണമെന്നോ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നോ ഒന്നും അറിയാതെ ഒരു സ്റ്റക്കായി നിൽക്കുന്ന സിറ്റുവേഷനിലായിരുന്നിട്ടുണ്ടാവാം ഈ കുറച്ച് നാളുകളായിട്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് അവർക്ക് അതൊന്നും മൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അവർ ചിന്തിക്കുന്നുണ്ട്. അവർ കുറച്ചും കൂടിയും ഇതിനെ ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറച്ചും കൂടിയും ഒന്ന് സ്ട്രോങ് ആക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്യാമെന്നുള്ള കാര്യങ്ങൾ ചിന്തിക്കുകയും അതുപോലെ തന്നെ അങ്ങനത്തെ ആക്ഷൻസൊക്കെ എടുക്കാനും അവർ തയ്യാറാവുന്നതായിട്ടാണ് കാണിക്കുന്നത്. അവർക്ക് ശരിക്കും ഒരു ഫൈറ്റിംഗ് എനർജിയാണ് ഈ ഒരു സമയത്ത്. അവർ എന്തിനും തയ്യാറാവുന്ന ഒരു സിറ്റുവേഷനാണ്. ഇപ്പം ഞാൻ ഈ പറയുന്ന പോലെ നിങ്ങളുടെ കാര്യങ്ങളിൽ ഒരു തേർഡ് പാർട്ടി എനർജീസ് ഒക്കെ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ, അങ്ങനത്തെ കുറച്ച് ആൾക്കാർ ഇത് കാണുന്നതായിട്ട് ഉള്ള ഒരു ഇതുണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങനത്തെ ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർ ആ ഒരു തേർഡ് പാർട്ടീനെ എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് ഒഴിവാക്കാനൊക്കെ നോക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ. അല്ലെങ്കിൽ ആ തേർഡ് പാർട്ടീസ് ഒഴിഞ്ഞു പോകുന്നതായിട്ടൊക്കെ കാണിക്കുന്നുണ്ട്. അല്ലെങ്കിൽ അതിന് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യാൻ റെഡി ആയിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷനാണ്. അതിന് ഏത് എക്സ്റ്റെൻറ്റ് വരെയും പോകാൻ അവർ തയ്യാറാണ്. അപ്പോൾ അതുകൊണ്ട് അത് സത്യത്തിൽ അത് ചിലരെയൊക്കെ ഹേർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അതൊന്നും അപ്പോൾ അവർ അത്ര കാര്യമാക്കുന്നില്ല. അങ്ങനെ ഹേർട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് തന്നെ നിങ്ങളെ സ്വന്തമാക്കാനായിട്ട് വരുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഇതൊക്കെ റെസനേറ്റ് ആവുന്നവരുണ്ടെങ്കിൽ എടുത്തേക്കുക കേട്ടോ. അങ്ങനെയാണ് നമുക്ക് ഇന്നത്തെ കാർഡ്സ്, ശരിക്കും പറഞ്ഞാൽ എല്ലാ കാർഡ്സും അങ്ങനെ തന്നെയാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ അവർക്ക് ഉണ്ടായിരുന്ന ആ ഒരു സാഡ് സിറ്റുവേഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന ആ ഒരു മോശം സമയം ഒന്ന് മാറുന്നതായിട്ടാണ് കാണിക്കുന്നത്. നിങ്ങൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് കഴിഞ്ഞ ഒരു സിറ്റുവേഷൻ അതൊന്ന് കര കയറാൻ പോകുന്ന ഒരു സമയത്തേക്കാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ ഫീലിങ്സും അവരുടെ തോട്ട്സൊക്കെ ഇപ്പോൾ അങ്ങനെയാണ്. അവരിപ്പോൾ ചിന്തിക്കുന്നത് മുഴുവൻ വാട്ട് നെക്സ്റ്റ് എന്നുള്ള കാര്യങ്ങളാണ്. എന്താണ് അടുത്തത് ചെയ്യേണ്ടത്, എങ്ങനെയാണ് അതൊന്ന് ഈ ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ നിങ്ങളെ എങ്ങനെ ഒന്ന് സ്വന്തമാക്കാം എന്നുള്ള ഒരു കാര്യങ്ങളാണ് ഇപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്നത്. അവർ ഒരുപാട് പൊസസീവ് ആവുന്നുണ്ട് കേട്ടോ ഈ ഒരു സമയത്ത് അവരുടെ ചിന്തകളിൽ മുഴുവൻ ഒരുപാട് പൊസസീവ്നെസ് കാണിക്കുന്നുണ്ട്. നിങ്ങളെ വേറെ ആർക്കും വിട്ടുകൊടുക്കാനോ അല്ലെങ്കിൽ നിങ്ങളെ അടുത്ത് വേറെ ആരെങ്കിലും ഒക്കെ ഇടപഴകുന്നുണ്ടെങ്കിൽ അതൊന്നും അവർക്ക് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ അവർ വേഗം നിങ്ങളെ സ്വന്തമാക്കണം എന്നുള്ള ഒരു ചിന്തയിലാണ് ഇപ്പോൾ ഈ ഒരു സമയത്തുള്ളത്.
പിന്നെ അവരുടെ ഈ ഒരു സമയത്തെ ഫീലിങ്സ് നോക്കുമ്പോൾ, അതായത് ഈ ഒരു കറണ്ട് സിറ്റുവേഷൻ നിങ്ങൾ എപ്പോഴാണോ ഈ വീഡിയോ കാണുന്നത് ആ ഒരു സമയത്ത് ഫീലിങ്സ് ആയിട്ട് ഇങ്ങനെ എടുക്കുക. അവരൊരുപാട് നിങ്ങളെ മിസ് ചെയ്യുന്ന ഒരു എനർജീസാണ് കേട്ടോ, ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. അത് എക്സ്പ്രസ് ചെയ്യുന്നുണ്ടായിരിക്കില്ല സത്യത്തിൽ. അവർക്കത് എക്സ്പ്രസ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും ചിലപ്പോൾ ഈ ഒരു സമയത്ത് എക്സ്പ്രസ് ചെയ്യുന്നുണ്ടാവില്ല. പക്ഷെ അവർ ഒരുപാട് വിഷമിക്കുന്നതായിട്ടും ഒരുപാട് കരയുന്നുണ്ട്. അത് ഞാൻ പറഞ്ഞില്ലേ, ഭയങ്കര സ്ട്രോങ് ആയി വരാനായിട്ട് ആ കരച്ചിലും അതെല്ലാം ആ വിഷമങ്ങളെല്ലാം ഒരു സ്ട്രെങ്ത്തിലേക്കാണ് അവരത് കൊണ്ടുവരുന്നത്. ഇനി അങ്ങനെ സ്ട്രഗിൾ ചെയ്യാൻ വയ്യ എന്നുള്ളൊരു സിറ്റുവേഷൻ, ഇനി ഇങ്ങനെ കരഞ്ഞിരിക്കാനോ വിഷമിച്ചിരിക്കാനൊന്നും വയ്യ. ആരെ വിഷമിപ്പിച്ചിട്ടായാലും നിങ്ങളുടെ അടുത്തേക്ക് വരിക എന്നുള്ളൊരു അങ്ങനത്തെ എനർജീസ് അവർ ഇതാക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനത്തെ എനർജീസാണ് അവരുടെ കയ്യിൽ കൂടുതൽ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. വിഷമിക്കുന്നുണ്ടെങ്കിൽ പോലും അതൊക്കെ ഞാൻ നിർത്താൻ പോവുകയാണ്, ഈ കരച്ചിലും വിഷമമൊക്കെ ഞാൻ നിർത്താൻ പോവുകയാണ് എന്നുള്ളൊരു അങ്ങനത്തെ ചിന്തകളാണ് കൂടുതലും വരുന്നത് കേട്ടോ. കാണുന്നവരിൽ കൂടുതലും പേര് നോ കോണ്ടാക്ട് സിറ്റുവേഷനിൽ തന്നെയുള്ളവരായിരിക്കണം. കാരണം അതുകൊണ്ട് തന്നെയാണ് അവർക്ക് ആ മിസ്സിങ് ഫീലിങ്സ് ഒക്കെ ഒരുപാട് തോന്നുന്നത്. ഇനി സ്മൂത്ത് ഗോയിങ് ആണെങ്കിൽ പോലും നിങ്ങൾക്ക് പണ്ടുണ്ടായിരുന്ന ഒരു ഇൻറ്റിമസി ഇപ്പോൾ ഉണ്ടാവണമെന്നില്ല. ആ ഒരു അടുപ്പോ സ്നേഹമൊന്നും ചിലപ്പോൾ ഇപ്പോൾ ഇത്തിരി കുറവ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തോന്നിക്കാണുമായിരിക്കും. അതുകൊണ്ടും ആയിരിക്കാം അവർക്ക് വല്ലാത്തൊരു വിഷമവും അതൊക്കെ ഉണ്ട് ആ ഒരു കാര്യത്തിൽ. ആ ഒരു റിലേഷൻഷിപ്പ് ഇങ്ങനെ ഇത്തിരി മാറിപ്പോയാലൊക്കെ അവർക്കൊരു വിഷമമുണ്ട്. പക്ഷേ അവർ ഇത്രയും നാളും വിഷമങ്ങൾ മാത്രമായിരുന്നു. അതിന് വേണ്ടിയിട്ടൊരു ആക്ഷൻ എടുക്കാൻ അവർ ഇതുവരെ തയ്യാറായിട്ടില്ല. പക്ഷെ എന്നാൽ ഇനി ഒരു ആക്ഷൻ എടുക്കണമെന്ന് അവർ ചിന്തിക്കുന്ന ഒരു സമയമാണിപ്പോൾ. അതിന് വേണ്ടിയിട്ട് ആരെ ഞാൻ പറഞ്ഞില്ല, അത് ഞാൻ എടുത്തെടുത്ത് പറയുകയാണ്. കാരണം ഈ ഒരു റിലേഷൻഷിപ്പിൽ മറ്റു ചില ആൾക്കാർ ഹേർട്ടാവുന്നതായിട്ട് കൂടുതലും കാണിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാനത് എടുത്ത് പറയുന്നത് കേട്ടോ. ഇത് റെസനേറ്റ് ആവുന്നവർ മാത്രം എടുത്താൽ മതി. കാരണം തേർഡ് പാർട്ടീസ് ഉള്ളവർ മാത്രമേ ഇതിനെ റെസനേറ്റ് ചെയ്താൽ മതി. കാരണം അവരെ ഒപ്പോസ് ചെയ്യുന്നതായിട്ടാണ് കാണിക്കുന്നത്. തേർഡ് പാർട്ടി എന്ന് പറയുമ്പോൾ അവരെ ഫാമിലി മെമ്പർ ആവാം, വേറൊരു റിലേഷൻ ആവാം, എന്തും ആവാം. അപ്പോൾ അങ്ങനെ ഒരു പേഴ്സണാണ്, ആ ഒരു പേഴ്സണെ ഒപ്പോസ് ചെയ്യുന്നതായിട്ടാണ് കാണിക്കുന്നത്. അവരെ ഒപ്പോസ് ചെയ്താൽ അല്ലെങ്കിൽ അവരെ വേണ്ടാന്ന് വെക്കുക, അല്ലെങ്കിൽ എന്താ പറയുക, അവരെ വിഷമിപ്പിച്ചിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിട്ട് തന്നെയാണ് കാണിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഹേർട്ട് ചെയ്യാൻ പോലും അവരിപ്പോൾ റെഡിയാണ് എന്നുള്ളൊരു എനർജീസാണ് വരുന്നത്. അതുപോലും അവർ ചിന്തിക്കുകയാണ് ഇപ്പോൾ കേട്ടോ. ഒക്കെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഒരു ലൈഫിൽ, നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ അവരൊരു ഫുൾഫിൽമെൻറ്റ് അല്ലെങ്കിൽ അവരുടെ ഒരു കംപ്ലീറ്റ് പാർട്ട്ണറായിട്ട് നിങ്ങളെയാണ് കാണുന്നത്. അതുകൊണ്ടാണ് അവർക്ക് വേറെ ആരൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞാലും അവർക്കതൊന്നും അവരെ ഹാപ്പി ആക്കുന്നില്ല. എന്തൊക്കെ സിറ്റുവേഷൻസ് ഉണ്ട് എന്ന് പറഞ്ഞാലും, എന്തൊക്കെ ലക്ഷൂറിയസ് ലൈഫോ അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളും മറ്റാരൊക്കെ അവരുടെ കൂടെ ഉണ്ട് പറഞ്ഞാലും അവർക്കതൊന്നും ആ ഒരു ഹാപ്പിയസ്റ്റ് ഇതിലേക്ക് വരുത്തുന്നില്ല അവരുടെ ഒരു കംപ്ലീറ്റ് ലൈഫ് എന്ന് പറയുന്നത്, കംപ്ലീറ്റ് പാർട്ട്ണർ എന്നൊക്കെ പറയുന്നത് അവർ നിങ്ങളെയാണ് കാണുന്നത്. നിങ്ങളുടെ കുറേ ക്യാരക്ടേഴ്സും അതൊക്കെയാണ് അവർ കാണുന്നത്. ഒരുപാട് നിങ്ങളെ ചില കാര്യങ്ങൾ റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം നിങ്ങളുടെ പേഴ്സൺ. റെസ്പെക്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ നിങ്ങളെന്തോ ഒരു വലിയൊരു ഇതായിട്ട് ചെയ്യുന്നതായിട്ടൊക്കെ തോന്നുന്ന ഒരാളായിരിക്കണം. എന്തൊക്കെയോ കാര്യങ്ങളിൽ അവർ നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എന്താ പറയുക, ഒരു ബഹുമാനം തോന്നുന്ന ഒരു ക്യാരക്ടർ നിങ്ങൾക്ക് ഉണ്ടായിരിക്കാം, എന്തെങ്കിലും കാര്യങ്ങളുണ്ടായിരിക്കാം. അതൊക്കെ അവർക്ക് ഇഷ്ടമാണ്. അങ്ങനത്തെ ആൾക്കാരായിട്ട് മിങ്കിൾ ചെയ്യാനൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം നിങ്ങളുടെ. അതുകൊണ്ട് തന്നെ അവർ ഉദ്ദേശിക്കുന്ന ഒരു പാർട്ട്ണർ അല്ലെങ്കിൽ അവരുടെ മനസ്സിലുള്ള ഒരു പാർട്ട്ണർ എന്നൊക്കെ പറയുന്നത് നിങ്ങളിലൂടെയാണ് അവർ അത് കാണുന്നതും അതിനെ അങ്ങനത്തെ ഒരു പാർട്ട്ണറായി കാണുന്നത് നിങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വേറെ ആരൊക്കെ അവരുടെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞാലും അവർക്കതൊന്നും അത്ര അങ്ങോട്ട് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരല്ല. അതും ഞാൻ ഈ പറഞ്ഞ പോലെ റെസനേറ്റ് ആവുന്നവർ മാത്രം എടുത്തേക്കുക. ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരുണ്ട് എന്നുള്ളവർ മാത്രം അതിനെടുത്താൽ മതി കേട്ടോ. അതുപോലെ തന്നെ ഇതിലൊരു മൈനോറിറ്റി കുറച്ച് പേരെങ്കിലും ഒരു ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്നവരുണ്ടാവാം. അങ്ങനെയും ഒരു ഇതുണ്ട്, ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഇത് കാണുന്നുണ്ട്. അതായത് ഫിനാൻഷ്യൽ മാറ്റേഴ്സിന് കുറച്ച് ബുദ്ധിമുട്ടുകളുള്ള, സാമ്പത്തികമായ കുറച്ച് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർ ഈ ഒരു വീഡിയോ കാണുന്നുണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ എന്ന് പറയുമ്പോൾ ഈ ഒരു സാമ്പത്തിക ബുദ്ധിമുട്ടും അതുപോലെ തന്നെ ഈ റിലേഷൻഷിപ്പിലെ വിള്ളലും എല്ലാം കൂടെ അവരെ ഒരുപാട് ഫ്രസ്ട്രേറ്റഡ് ആക്കിയിരിക്കുന്ന ഒരു സിറ്റുവേഷനിലാണ് അവർ നിൽക്കുന്നത്. എങ്കിൽ പോലും അവരും ഈ പറഞ്ഞ പോലെ അവർക്കും ഒരു സ്ട്രെങ്ത് വരുന്ന സമയം തന്നെയാണ്. ഇതുവരെയുള്ള സമയം പോലെയല്ല, അവരുടെ ലൈഫിലും ഒരു ട്രാൻസ്ഫോർമേഷൻ നടക്കാൻ പോകുന്നുണ്ട്. അവർ പോലും അറിയാതെ അല്ലെങ്കിൽ നിങ്ങൾ പോലും അറിയാതെ ഒരു ബോൾഡ് സിറ്റുവേഷൻ അല്ലെങ്കിൽ കുറച്ചും കൂടി സ്ട്രോങ് സിറ്റുവേഷൻ, ഒരു സ്ട്രോങ് ബോണ്ടൊക്കെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടാവാനായിട്ട് സാധ്യതകൾ കാണുന്നുണ്ട് കേട്ടോ. ഇതിൽ മെജോറിറ്റി ഓഫ് ആൾക്കാരും ഒരു സീക്രട്ട് റിലേഷൻഷിപ്പിലുള്ള ആൾക്കാരായിരിക്കണം. അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ പറ്റിയിട്ട് വേറെ ഒരാൾക്കാർക്കും അറിയുന്നതായിട്ട് കാണിക്കുന്നില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിനെ പറ്റി ഒരു സീക്രട്ടായിട്ട് നിങ്ങൾ കൊണ്ടുപോകുന്ന ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കണം. അതുകൊണ്ട് തന്നെ നിങ്ങൾ തമ്മിലുള്ള വഴക്കുകളോ അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലിപ്പോൾ നോ കോണ്ടാക്റ്റിൽ ഇരിക്കുന്നതൊന്നും വേറെ ആൾക്കാർക്ക് അറിയുന്നുണ്ടാവില്ല. അതുകൊണ്ട് നിങ്ങളുടെ പേഴ്സൺ അത് ഷെയർ ചെയ്യാനായിട്ട് വേറെ ആരും ഉണ്ടാവില്ല. സാധാരണ നിങ്ങളുടെ അടുത്തായിരിക്കും എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുന്നത്. പക്ഷേ നിങ്ങൾ തമ്മിലുള്ള ഈ പ്രശ്നങ്ങളൊന്നും ഷെയർ ചെയ്യാൻ അവർക്ക് ആരും ഉണ്ടാവണമെന്നില്ല. അതുകൊണ്ട് തന്നെ അവരൊരു ടെലിപ്പതി പോസിബിൾ ആക്കാൻ നോക്കുന്നതായിട്ടും നിങ്ങൾക്കത് കിട്ടുന്നതായിട്ടും ഒക്കെ ഉള്ളൊരു എനർജീസ് ഉണ്ട് കേട്ടോ.
അപ്പോൾ റെസനേറ്റ് ആവുന്നവർ എടുത്തേക്കാം. നിങ്ങൾക്ക് ഒരു ടെലിപ്പതിയൊക്കെ പോസിബിളായി തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർ നിങ്ങളുടെ അടുത്ത് ഒരുപാട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്, മനസ്സുകൊണ്ട് ഒരുപാട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് കേൾക്കാൻ പറ്റുന്നുണ്ട് ഉണ്ടെങ്കിൽ അത് ഈ പറഞ്ഞ പോലെ ഒരു ടെലിപ്പതിയൊക്കെ പോസിബിൾ ആവുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ എടുത്തേക്കാം. നിങ്ങളും അങ്ങനെ ചെയ്യുന്നുണ്ടായിരിക്കും. നിങ്ങളുടെയും എനർജീസ് അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഒരു മിററിംഗ് ആക്കിയ തന്നെയാണ്. ഒരേപോലത്തെ ചിന്തിക്കുന്നവരും ഒരുപാട് സിമിലാരിറ്റീസ് ഒക്കെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവാം ഈ ഒരു പേഴ്സൻ്റെ അടുത്ത്. ഒരു ഡിവൈൻ കണക്ഷനായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവാം. പെട്ടെന്ന് ഉണ്ടായതായിരിക്കും. വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കണ്ടുമുട്ടിയ ആൾക്കാരായിരിക്കാം. ഒരുപാട് കാലത്തെ ചിലപ്പോൾ പരിചയം ഉണ്ടാവണമെന്നില്ല. 1-2 കൊല്ലോ 2-3 കൊല്ലത്തൊക്കെ പരിചയമൊക്കെ ഉണ്ടാവുള്ളൂ ആയിരിക്കും നിങ്ങൾ പലരും. അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഇത് കാണുന്നതായിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെയാണ് കറൻറ്റ് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ നോക്കുമ്പോൾ. ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെപ്പറ്റി ചിന്തിക്കുന്നുണ്ട്. നിങ്ങളെപ്പറ്റി മാത്രമാണ് ചിന്തിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ഒന്ന് ഒരു നല്ല രീതിയിലേക്ക് കൊണ്ടുവരാനായിട്ട് ആരെ വിഷമിപ്പിച്ചിട്ടായാലും അതൊന്ന് ശരിയാക്കണം, അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ ഒന്ന് ലൈഫ് സ്പെൻഡ് ചെയ്യണം എന്ന് ചിന്തിക്കുന്ന, അതിന് വേണ്ടിയിട്ട് ആക്ഷൻ എടുക്കാനായിട്ട് റെഡി ആവുന്ന ഒരു സമയമാണ് ഇപ്പോൾ. അവർ കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ട് വരുന്നൊരു സമയമാണ് ഇപ്പോൾ. നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ആ ഒരു ബോണ്ടൊക്കെ കുറച്ചും കൂടി സ്ട്രോങ് ആവാൻ പോകുന്ന ഒരു സമയമായിട്ടാണ് ഇപ്പോൾ കാണിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കറൻറ്റ് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ, നിങ്ങളുടെ പേഴ്സൻ്റെ ഫീലിങ്സ് ഒക്കെ നോക്കുമ്പോൾ വളരെ നല്ല, നിങ്ങൾക്ക് കുറച്ച് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് അവർ ചിന്തിക്കുന്നതും ഒരുപാട് മിസ് ചെയ്യുന്നതും ഒക്കെ ഉണ്ട് കേട്ടോ. നിങ്ങളും മിസ് ചെയ്യുന്നുണ്ടായിരിക്കാം. പക്ഷെ എന്നാൽ പോലും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു സമയത്ത് നിങ്ങളെ പറ്റിയുള്ള ചിന്തകൾ മാത്രമാണ് ആ ഒരു പേഴ്സൻ്റെ ഉള്ളിൽ. അത് ഞാൻ പറയുന്ന പോലെ എപ്പോഴും എന്തിനെ പറ്റിയൊക്കെ വേറെ എന്തിലേക്കൊക്കെ പോയാലും, ജോലിയിലേക്കോ എന്തിലേക്കൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ നോക്കിയാലും അതൊക്കെ എത്തിപ്പെടുന്നത് അല്ലെങ്കിൽ കുറച്ച് സമയം കഴിയുമ്പോഴേക്കും നിങ്ങളെ പറ്റിയുള്ള ചിന്തകൾ വരും. അതായത് നിങ്ങളിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിൽ തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ നല്ലൊരു ആക്ഷൻ എടുക്കുന്നതായിട്ടും കാണിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവട്ടെ. പോസിറ്റീവായി തന്നെ ചിന്തിച്ച് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ റീഡിങ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.